ചില യാത്രകൾ ലാഭം തേടിയാണ് തുടങ്ങുന്നത്. ചില യാത്രകൾ വിശ്വാസം വിതച്ചാണ് വളരുന്നത്. 1990 ഒക്ടോബർ. കേരളത്തിന്റെ മണ്ണിൽ അങ്ങനെയൊരു യാത്ര ആദ്യ ചുവടുവെച്ചു. കലരിക്കൽ ഏജൻസീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. 1990 മുൻപ് കർഷകരുടെ ആവശ്യങ്ങൾ മാത്രം മനസ്സിലാക്കി വളങ്ങൾ, കീടനാശിനികൾ, സ്പ്രേയേഴ്സ്, സ്പെയർ പാർട്സ്, കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളിലേക്ക് മാത്രം സ്വയം പരിമിതപ്പെടുത്തി നിന്നൊരു സ്ഥാപനമായിരുന്നു ഇത്. വിൽപ്പനയ്ക്കൊപ്പം വിശ്വാസവും നൽകാമെന്ന് അവർ അന്നേ തീരുമാനിച്ചിരുന്നു. കാലം മാറി. കൃഷിയുടെ അതിരുകൾക്കപ്പുറം ബിസിനസ് ലോകവും മാറി. പക്ഷേ ഉറച്ച തീരുമാനങ്ങളോടെ ഭാവിയിലേക്ക് ഒരു ദിശ ഉറപ്പിച്ചു. ഇന്ന് FMCG ഉൽപ്പന്നങ്ങൾ, ITC ഉൽപ്പന്നങ്ങൾ, വളങ്ങളും കീടനാശിനികളും, ഇതൊക്കെയ്ക്കപ്പുറം സ്ഥാപനത്തിന്റെ പ്രധാന ശക്തിയായി മെഡിക്കൽ ഡിവിഷൻ മാറി. ഇന്ന് 100 കോടിക്ക് മുകളിലുള്ള വാർഷിക വ്യാപാരം. ഇത് വളർച്ചയല്ല, ഇത് പരിണാമമാണ്. മെഡിക്കൽ ഡിവിഷന്റെ ഇന്നത്തെ മുന്നേറ്റത്തിന് പിന്നിൽ എല്ലാവരും സ്നേഹത്തോടെ കാണുന്ന ജോർജ് കുര്യൻ സർ. ശാന്തമായ നേതൃത്വവും ഉത്തരവാദിത്ത ബോധവുമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ സാംസ് കുര്യൻ സർ, കുര്യൻ സർ, ഡയറക്ടേഴ്സായി ഒരുമിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു നേതൃത്വ സംഘം. എന്നാൽ ഈ സ്ഥാപനത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരാൾ, ഈ സ്ഥാപനത്തിലെ സ്നേഹബന്ധങ്ങളുടെ കേന്ദ്രബിന്ദു, കുമാരിയമ്മ. ഒരു പദവിയല്ല, ഒരു സ്ഥാനമല്ല, ഈ സ്ഥാപനത്തിലെ എല്ലാ ജീവനക്കാരും സ്വന്തം അമ്മയെപ്പോലെ കാണുന്ന ഒരു സാന്നിധ്യം. ഇന്നും ഈ സ്ഥാപനത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളിൽ കുമാരിയമ്മയുടെ ആശീർവാദവും സാന്നിധ്യവുമുണ്ട്. ഈ യാത്രയ്ക്ക് ഉറച്ച അടിത്തറ പണിത മഹാന്മാർ. കലരിക്കൽ ഏജൻസീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി രൂപം കൊണ്ടപ്പോൾ ആദ്യകാല ചെയർമാനായിരുന്നു എല്ലാവരും സ്നേഹത്തോടെ മോനിച്ചായൻ എന്ന് വിളിച്ച സാജൻ കുര്യൻ സർ. പാരമ്പര്യമായ കലരിക്കൽ കുടുംബത്തിലെ മൂത്തപുത്രൻ. അണക്കരയിൽ വളങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിന്റെ നേതൃത്വവും അദ്ദേഹം വഹിച്ചു. സൗത്ത് ഇന്ത്യ ഗ്രീൻ കാർഡമമിന്റെ ചെയർപേഴ്സൺ കൂടാതെ സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാനായും ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിത്വം. എപ്പോഴും ചിരിയോടെ മാത്രമേ ആ മുഖം ലോകം കണ്ടിട്ടുള്ളൂ. 2024 നവംബറിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ നാം ശിരസ് നമിക്കുന്നു. ആദ്യകാല ഡയറക്ടർമാരിലൊരാളായ ഡോക്ടർ മാത്യു സാമുവൽ സർ, സാജൻ കുര്യൻ സാറിന്റെ സഹോദരൻ. അപ്പോളോ ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗത്തിലെ പ്രമുഖ വിദഗ്ധൻ. ഇന്ത്യയിലെ ആദ്യ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെട്ട ഒരു മഹാനുഭാവൻ. പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചൊരു ജീവിതം. മെഡിക്കൽ ഡിവിഷൻ കലരിക്കൽ ഏജൻസിയിൽ ആരംഭിക്കാൻ കാരണമായത് അദ്ദേഹത്തിന്റെ ദർശനമായിരുന്നു. 2025 ഏപ്രിലിൽ അദ്ദേഹവും ലോകത്തോട് വിട പറഞ്ഞു. ആദരവോടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് നാം ആദരമർപ്പിക്കുന്നു. 77-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. MC നായർ സർ, ഈ സ്ഥാപനത്തിന്റെ ആദ്യകാല ഉറച്ച അടിത്തറ പണിത സാന്നിധ്യം. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചീഫ് മാനേജറായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച ശേഷം മാനേജിംഗ് ഡയറക്ടറായി 30 വർഷത്തോളം കലരിക്കൽ ഏജൻസീസിന്റെ യാത്രയുടെ ഭാഗമായ അദ്ദേഹം. ഓഫീസിലേക്ക് പുലർച്ചെ എത്തുമ്പോൾ തന്നെ എല്ലാവരോടും എപ്പോഴും ഒരു ചെറു പുഞ്ചിരിയോടെ കുശലാന്വേഷണം. അദ്ദേഹത്തിന്റെ പോസിറ്റീവ് എനർജി സ്ഥാപനത്തിന്റെ പോസിറ്റീവ് സ്ട്രെങ്തായി. 2024 ജൂൺ മാസം അദ്ദേഹവും നമ്മെ വിട്ടുപോയി. വേദനയോടെ ആ ഓർമ്മകൾക്ക് മുന്നിൽ നാം ശിരസ് നമിക്കുന്നു. ആദ്യകാല ഡയറക്ടർമാരിൽ മറ്റൊരു പ്രധാന സാന്നിധ്യം, എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന രഘു സർ, KR രഘുനാഥൻ. ഫൈനാൻസ് ഡയറക്ടർ. ഒരു സ്ഥാപനത്തിന്റെ നട്ടെല്ല് കണക്കുകളാണ്. ആ കണക്കുകൾ കൃത്യതയോടെ, കർശനമായി, ശ്രദ്ധയോടെ നയിച്ചൊരാൾ. അദ്ദേഹത്തിന്റെ ശാസ്ത്രീയമായ സമീപനവും നിഷ്ഠയും സ്ഥാപനത്തിന്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്കും ഓർമ്മകൾക്കും മുന്നിൽ നാം ആദരമർപ്പിക്കുന്നു. ഈ 4 മഹാന്മാരുടെ സ്മരണകൾ കലരിക്കൽ ഏജൻസീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉയർച്ചയുടെ അടിത്തറയാണ്. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നാം ഒരു നിമിഷം ശിരസ് നമിക്കുന്നു. കൃഷിയിൽ നിന്ന് തുടങ്ങി ആരോഗ്യ സംരക്ഷണത്തിലേക്കുള്ള ഒരു ദീർഘയാത്ര. വിശ്വാസം, ബന്ധങ്ങൾ, മൂല്യങ്ങൾ, അവ തന്നെയാണ് കലരിക്കൽ ഏജൻസീസിനെ ഇന്നിവിടെ എത്തിച്ചത്. കൂടാതെ ആദ്യകാല ആഗ്രോ ഡിവിഷൻ ഡയറക്ടറായ TJ അഗസ്റ്റിൻ സാർ നമ്മോടൊപ്പം 30ഓളം വർഷം സേവനമനുഷ്ഠിച്ച ശേഷം 2021 റിട്ടയർ ചെയ്ത് വിശ്രമജീവിതം നയിക്കുന്ന അദ്ദേഹത്തിന് ഈ അവസരത്തിൽ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ നേതൃത്വത്തിന്റെ ദൂരദർശനത്തോടൊപ്പം
ഓരോ ഘട്ടത്തിലും കരുത്തായി നിന്നത് ഇവിടുത്തെ ജീവനക്കാരാണ്. ഉത്തരവാദിത്ത ബോധത്തോടെയും നിഷ്ഠയോടെയും ദിവസേനയുടെ പ്രവർത്തനങ്ങളെ കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു കൂട്ടായ പരിശ്രമം. ജോലി എന്നതിലുപരി ഈ സ്ഥാപനത്തെ സ്വന്തം കുടുംബമായി കണ്ടുകൊണ്ട് കാലക്രമേണ അതിൻ്റെ മൂല്യങ്ങളോടൊപ്പം വളർന്നുവന്ന മനസ്സുകൾ. വെല്ലുവിളികൾ വന്നപ്പോൾ ഒറ്റക്കെട്ടായി നിലകൊണ്ടും നേട്ടങ്ങൾ കൈവരിച്ചപ്പോൾ അത് പങ്കുവച്ചും സ്ഥാപനത്തിൻ്റെ യാത്രയിൽ അവിഭാജ്യ ഘടകമായി മാറിയ സമർപ്പിത ജീവനക്കാർ. ഇന്നും ഈ സ്ഥാപനത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും സ്ഥിരതയുടെയും അടിത്തറയായി അവർ തുടരുന്നു. കാലം മാറിയാലും ഈ സ്ഥിരത സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവാഹത്തിൽ സ്വാഭാവികമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും നാളെയും ഈ യാത്ര മുന്നോട്ട് തന്നെ. കളരിക്കൽ ഏജൻസീസ് കോട്ടയത്തെ ഏറ്റവും പഴക്കം ചെന്ന സ്ഥാപനങ്ങളിലൊന്നാണ്. വളരെ ഉന്നതമായ രൂപത്തിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥാപനം ജനങ്ങൾക്കെല്ലാവർക്കും വളരെ ആശ്വാസകരമാണ്. അതോടൊപ്പം എല്ലാവരും അതുമായി സഹകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. കളരിക്കൽ കുടുംബത്തിൽ എന്നോടൊപ്പം പഠിച്ച ആളുകളെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ശ്രീ സാജനും സോമും, രണ്ടാളുകളും ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിരുന്നതാണ്. നല്ല കൂട്ടുകാരായിരുന്നു എന്ന് മാത്രമല്ല, നിത്യേന എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പെരുമാറുകയും ചെയ്യുന്ന വ്യക്തികളായിരുന്നു. എനിക്ക് അവരുമായിട്ടുള്ള സ്നേഹബന്ധം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചോർക്കുകയാണ്. ഈ സ്ഥാപനം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ജീവനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം വളരെ വലുതാണ് എന്നെനിക്കറിയാം. ആ നിലയിൽ ആധുനിക കാലത്തിന് ചേർന്ന വിധം ഇത് മുന്നോട്ട് പോകാൻ ഇടയാവട്ടെ എന്നൊരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ ഈ സമ്മേളനത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു.